എല്ലാവർക്കും നമസ്കാരം. നാളെ കർക്കിടകം 1 പുണ്യമായ രാമായണ മാസം തുടങ്ങുന്നു. ആദികവിയായ ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണം രചിച്ചത്. തമസാ നദീതീരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യമായ ആശ്രമം. ഒരിക്കൽ സന്ധ്യാവന്ദനത്തിന് പോയ അദ്ദേഹം അവിടെ വെച്ച് ഒരു അനിഷ്ട സംഭവം കാണുവാനിടയായി. ഇണ ചേർന്നിരിക്കുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ശരമെയ്തു വീഴ്ത്തി. ദുഃഖാർത്ഥയായ ആ പെൺപക്ഷിയുടെ ദയനീയമായ അവസ്ഥ കണ്ട് ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് പുറത്തു വന്നു. അത് ശ്ലോക രൂപത്തിൽ: മാ അനിഷാദ പ്രതിഷ്ഠാം ത്വമക ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. ഇതാണ് പ്രസിദ്ധമായ ആ ശ്ലോകം. ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്നും കാമമോഹിതനായ ഒന്നിനെ കൊന്ന് ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള, നീ നശിച്ചു പോ എന്ന്. ഇത് ശാപസ്വരൂപമായ അർത്ഥം. ഇനി ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്നും കാമ്യമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്ര, അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ. ഇത് അനുഗ്രഹസ്വരൂപമായ അർത്ഥം. ഇവിടെ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആദ്യത്തേതിൽ ക്രൗഞ്ചപക്ഷികളും രണ്ടാമത്തേതിൽ രാവണനും മണ്ഡോദരിയുമായി അർത്ഥമെടുക്കാം. എന്തായാലും സന്ധ്യാവന്ദനം കഴിഞ്ഞ് ആശ്രമത്തിലെത്തിയ മുനിയെ ബ്രഹ്മദേവൻ കാണാൻ വന്നു. എന്നിട്ട് ഈ ശ്ലോകത്തിലൊതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് എഴുതൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തു മറഞ്ഞു. കഥ ഏതുമാകട്ടെ, ഇതൊന്നുമല്ല ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. വാൽമീകിയുടെ അധ്യാത്മരാമായണത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്തുതികളും പ്രാർത്ഥനകളും ഒന്നൊന്നായി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നാളെ മുതൽ ഒന്നൊന്നായി നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.